എക്സൽ ഓൺലൈൻ സെൻറ്റേഴ്സുകളിലെ എല്ലാ കുഞ്ഞു കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു സ്റ്റോറി പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഈ സ്റ്റോറി കേൾക്കാൻ, ഭയങ്കര ഇഷ്ടമല്ലേ? ബൈബിളിലെ സ്റ്റോറീസൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണം, വേഗത്തിൽ ബൈബിളും ബുക്കും പേനയും പെൻസിലും എന്തെങ്കിലുമൊക്കെ വേഗത്തിൽ റെഡി ആയിക്കൊണ്ട് വന്നേ. വേറെ ഒന്നും ശ്രദ്ധിക്കരുത്, നമ്മൾ ഈ സ്റ്റോറി ഫുള്ള് കേട്ട് നല്ലൊരു സ്റ്റോറി പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ റെഡി ആണല്ലോ? വേഗത്തിലെല്ലാം ബുക്കും ബൈബിളും എല്ലാം വേഗത്തിൽ എടുത്തുകൊണ്ട് വരുന്നു. എന്തിനാ ബൈബിൾ എടുത്തുകൊണ്ട് വരുന്നോ? അപ്പോൾ നമ്മൾ വാക്യങ്ങൾ എഴുതണ്ടേ? ഈ സ്റ്റോറിയുടെ എവിടുന്ന് ആ ചാപ്റ്റർ എടുത്ത് ഇതൊക്കെ എഴുതണ്ടേ നമുക്ക്? അപ്പം അതുകൊണ്ട് നിങ്ങൾ ബുക്കും ബൈബിളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ചെറിയൊരു മനപ്പാഠ വാക്യമാണ്, അതൊക്കെ നമുക്ക് നന്നായി പഠിക്കണം, മിടുക്കരാവണം പഠിച്ചിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് നല്ലൊരു സ്റ്റോറി കേൾക്കാം. ഓക്കെ, റെഡിയാണല്ലോ? അപ്പോൾ വേഗത്തിൽ കുഞ്ഞാരെല്ലാവരും കണ്ണുകളടച്ചേ, കൈകൾ കൂപ്പിക്കേ, നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കാനായിട്ട് കടന്നു പോകുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ, അവരുടെ മാതാപിതാക്കളെയും കുടുംബത്തെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ പഠിക്കുന്ന കർത്താവെ സ്റ്റോറി, മെമ്മറി വേർഡ്സ് ഒക്കെയും ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ കർത്താവെ. കർത്താവിൻ്റെ കാര്യങ്ങളിൽ കേൾപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാമൻ പറഞ്ഞേ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച മനപ്പാഠ വാക്യം സ്റ്റോറിയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്റ്റോറീസ് പറഞ്ഞതും മനപ്പാഠം എല്ലാം ചെറിയ വാക്യങ്ങളല്ലേ? എല്ലാവരും പഠിച്ചോ? എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് ഇത് പഠിക്കും. ഓക്കെ ഓക്കെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ പാരബിൾ ഓഫ് ലോസ്റ്റ് കോയിൻ. എന്തായിരുന്നു? ദ പാരബിൾ ഓഫ് ലോസ്റ്റ് കോയിൻ. ഒരു ലോസ്റ്റ് കോയിൻ്റെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം അത് ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സ് 8 to 10 രണ്ട് വാക്യങ്ങളിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറിയ സ്റ്റോറിയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം ഏത് അധ്യായമാണോ, ഏത് അധ്യായമാണെന്നറിയാമോ? ലൂക്കോസ് 15, ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സ് 8 to 10. കണ്ടോ, 8 to 10 രണ്ട് വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ബൈബിളിനകത്ത് രണ്ട് വാക്യങ്ങളിനകത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു കൊച്ചു സ്റ്റോറിയാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കൊച്ചു സ്റ്റോറിക്കകത്ത് എന്തോ സ്റ്റോറി ആയിരിക്കില്ല നമ്മൾ ചിന്തിക്കുന്നത്, പക്ഷേ ഈ രണ്ട് വാക്യത്തിനകത്ത് നല്ലൊരു സ്റ്റോറിയാണ് യേശുപ്പച്ചൻ തൻ്റെ ശിഷ്യന്മാരോടും മറ്റേ ആൾക്കാരോടും പറഞ്ഞത് അല്ലേ? അപ്പോൾ പണ്ട് യേശുപ്പച്ചനുള്ള സമയത്ത് യേശുപ്പച്ചൻ ഇങ്ങനെ എല്ലാവരോടും ഒത്തിരി കഥകൾ പറയും, ഒത്തിരി കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ, ബൈബിളിലെ കാര്യങ്ങളൊക്കെ യേശുപ്പച്ചൻ ഒത്തിരി പേരോട് പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ യേശു പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യും, പല ആൾക്കാരോട് സ്റ്റോറീസ് പറയും, പല ആൾക്കാരെ സൗഖ്യമാക്കുകയും അല്ലേ? ഒത്തിരി ആൾക്കാരെ യേശുപ്പച്ചൻ സൗഖ്യമാക്കും അല്ലേ? ഒത്തിരി ആൾക്കാരെ യേശുപ്പച്ചൻ സൗഖ്യമാക്കുകയും അവരോട് പാരബിൾസ് പറയും, അവരോട് സ്റ്റോറീസ് പറയും, എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോൾ യേശുപ്പച്ചൻ നല്ലൊരു കാര്യങ്ങളായിരുന്നു ഒത്തിരി ആൾക്കാർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ കുറേ ആൾക്കാർ യേശുപ്പച്ചൻ്റെ സ്റ്റോറീസ് കേൾക്കാനായിട്ട് വരും. ബിക്കോസ് യേശുപ്പച്ചൻ പറയുന്ന കാര്യങ്ങൾ പുതിയ കാര്യങ്ങളാണ്, അവർ ഇന്നേ വരെ കേൾക്കാത്ത കാര്യങ്ങളാണ് യേശുപ്പച്ചൻ അവരോട് പറയുന്നത്. അപ്പോൾ അവർക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫാരിസീസും മറ്റ് യേശുവിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും അല്ലെങ്കിൽ ദൈവവചനം നല്ലോണം അറിയുന്ന ആൾക്കാരും എല്ലാം വന്ന് യേശുപ്പച്ചൻ്റെ ഈ പറയുന്ന ശ്രദ്ധിച്ച സ്റ്റോറീസും എല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് വരുമായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് ഓൾ ന്യൂ ഫോർ ദം. എല്ലാം പുതിയ കാര്യങ്ങളാണ്, അവിടെ കേൾക്കാത്ത നല്ല നല്ല കാര്യങ്ങൾ. പിന്നെ ഇന്നേ വരെ രോഗികളെ സൗഖ്യമാക്കാത്തത്, പിന്നെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ കാണുമ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം തോന്നും. അപ്പം ആൾക്കാർ ഇതെല്ലാം കേൾക്കുമ്പോൾ ആൾക്കാരിങ്ങനെ കേൾക്കാനായിട്ട് യേശുപ്പച്ചൻ എവിടേക്ക് പോകുന്നോ അവിടെ എല്ലാ ആൾക്കാരിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് വരുമായിരുന്നു. അപ്പോൾ യേശുപ്പച്ചൻ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം കേൾക്കാൻ അല്ലേ? അപ്പം നമ്മളോട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പപ്പയും മമ്മി പറയുമ്പോൾ, നല്ല കഥകളൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കത്തില്ലേ? അതുപോലെ ഈ അവിടുത്തെ ആൾക്കാരെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുപ്പച്ചൻ ഒരു കഥ പറഞ്ഞു. കഥ പറയണ്ടേ? ഓക്കെ. ഒരു സ്ത്രീയുടെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു ആൻറ്റിക്ക് ഒരു 10 കോയിൻസ് കൊടുത്തു. ഒരു 10 കോയിൻസ് കൊടുത്തു അല്ലേ? ഒരു 10 കോയിൻസ് കൊടുത്തു. അപ്പോൾ ഈ ആൻറ്റി ഈ കോയിൻസ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഈ ആൻറ്റി എന്നും ഈ കോയിൻസ് ഇങ്ങനെ നോക്കും. ആ ഒരു 10 ദ്രഹ്മ കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ 10 കോയിൻസ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ, അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ് ആൻറ്റി ഇങ്ങനെ എന്നും കുറച്ച് ദിവസമൊക്കെ എന്നും ഈ കോയിൻസ് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കും. കുറേ ദിവസം എന്നിങ്ങനെ കോയിൻസ് എണ്ണും, ചില ദിവസം കോയിൻസ് ഇങ്ങനെ നോക്കും, എല്ലാം ഉണ്ടോ സൂക്ഷിച്ചൊക്കെ ഞാൻ വെച്ചിരിക്കുന്നതാണെന്നൊക്കെ ആൻറ്റി കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആൻറ്റി പിന്നെ ആ കാര്യമേ അങ്ങ് വിട്ടുപോയി.
പിന്നെ ഇങ്ങനെ നോക്കാതൊക്കെ ആയി, കോയിൻസ് ഒന്നും എണ്ണാനായി, എണ്ണത്തൊന്നുമില്ല, കോയിൻസ് ഒക്കെ നോക്കാതായി. അപ്പം വിചാരിച്ചോ, മനസ്സ് വിചാരിച്ചോണം ആ കോയിൻ അവിടെ ഉണ്ടോ, കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് അതിൻ്റെ കാര്യം വേഗം പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ കോയിൻസിൻ്റെ കാര്യം ഓർത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ വേഗത്തിൽ ആൻറ്റി ആ കോയിനെല്ലാം എണ്ണാൻ തുടങ്ങി. 1 2 3 എന്ന കോയിൻസ് അങ്ങോട്ട് എണ്ണാനായിട്ട് തുടങ്ങി. എണ്ണാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? 10 കോയിൻസ് ടോട്ടലുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഒന്ന് കാണാതെ ആയി. ഒയ്യോ, ആൻറ്റിക്ക് ഭയങ്കര സങ്കടമായി അല്ലേ? അപ്പോൾ നമ്മൾ ആൻറ്റി ഒന്ന് കാണിക്കട്ടെ എങ്ങനെ ആ കോയിൻസ് എണ്ണിയത്, ആൻറ്റിക്ക് ഇതുപോലെ എത്ര കോയിൻസ് കിട്ടി, ആൻറ്റി കോയിൻസ് ഒക്കെ എങ്ങനെ എണ്ണി എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തോ ഇരിക്കും, നിങ്ങൾ ഒരു 10 കോയിൻസ് വേഗത്തിൽ എടുത്തുകൊണ്ട് വന്നേ. 10 ചില്ലറ ഒരു രൂപയുടെ ചില്ലറ, 2 രൂപയുടെ ചില്ലറയൊക്കെ അല്ലേ? അപ്പോൾ 1 രൂപയുടെ ചില്ലറ ഉണ്ടെങ്കിൽ, 2 രൂപ ആണെങ്കിൽ 5 രൂപ, ഏത് കോയിൻസ് ആണെങ്കിലും കുഴപ്പമില്ല, ഒരു 10 നിങ്ങൾ വേഗത്തിൽ എടുത്തുകൊണ്ട് വന്നോ. ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, നിങ്ങൾ വേഗത്തിൽ എടുത്തുകൊണ്ട് വരണം. ഓക്കെ, എന്നിട്ട് നമ്മളിനി എണ്ണാനായിട്ട് പോവുകയാണ്. ഓക്കെ, എത്ര കോയിൻസ് ആണ് ആൻറ്റിക്ക് കിട്ടിയേ? 10 കിട്ടി. എത്ര കോയിൻസ് വേഗത്തിൽ ഓർക്കി പറയുന്നു? എത്ര കോയിൻസ് ആൻറ്റിക്ക് കിട്ടിയേ? 10 കോയിൻസ് ആൻറ്റിക്ക് ആരോ 10 കോയിൻസ് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അല്ലേ? ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ എന്നും നോക്കുവാൻ. അപ്പം നമുക്ക് ആ കോയിൻസ് ഒന്ന് എണ്ണാം. ആൻറ്റി കയ്യിൽ ഇവിടെ 10 കോയിൻസ് ഉണ്ട്. അപ്പം നമ്മൾ എണ്ണാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് എണ്ണണം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓരോ കോയിൻസ് ഇടും, നിങ്ങൾ ശ്രദ്ധിച്ച് എണ്ണണം. ഓക്കെ, എൻ്റെ കൂടെ നിങ്ങൾ കോയിൻസ് എണ്ണണം കേട്ടോ. ആൻറ്റി ഇതുപോലെ 10 കോയിൻസ് ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാം ശ്രദ്ധിച്ച് എണ്ണണം. ഓക്കെ, 10 ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ റെഡിയാണല്ലോ. 1 2 3 4 5 6 7 8 9 10. എത്ര കോയിൻസ് ഉണ്ട്? 10 കോയിൻസ്. കണ്ടോ, ഈ ആൻറ്റിക്ക് കൊടുത്ത പോലെ ഇവിടെ 10 കോയിൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ എണ്ണിയപ്പോൾ 10 കോയിൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആൻറ്റി എന്തോ ഇത് ഭയങ്കര സന്തോഷത്തോടെ ആയിരുന്നു, എന്നും എടുത്ത് നോക്കുമായിരുന്നു. പിന്നെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ എണ്ണാതൊക്കെ ഇരുന്ന് പെട്ടെന്ന് ഈ കോയിൻസിൻ്റെ കാര്യം ഓർത്തപ്പോൾ പിന്നെ അയ്യോ, കുറേ നാളായല്ലോ കോയിനൊന്നും എണ്ണിയില്ല, എൻ്റെ എല്ലാ കോയിൻസ് ഉണ്ടോ ഇല്ലോ നോക്കാനായിട്ട്. ആൻറ്റി പിന്നെ ഇത് വേഗത്തിൽ കോയിൻസ് എല്ലാം എടുത്തിട്ട് വേഗത്തിൽ എണ്ണാൻ തുടങ്ങി. 1 2 3 4 5 6 7 8 9. നോക്കിക്കേ, ഇപ്പം 9 മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ കോയിൻസ് ഒന്നും എണ്ണാതെ ശ്രദ്ധിക്കാതെ ആ കാര്യമേ അങ്ങ് ആൻറ്റി മറന്നുപോയി. പിന്നെ പെട്ടെന്ന് ഓർത്തപ്പോൾ പഴയതെല്ലാം പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോൾ എണ്ണിയപ്പോൾ ഒരു കോയിൻസ് കാണാതായപ്പോൾ ആൻറ്റി ഭയങ്കര ടെൻഷനായി, ഭയങ്കര വിഷമായി. അപ്പോൾ ആൻറ്റി വേഗത്തിൽ എന്തോ ചെയ്തെന്നറിയാം, എല്ലാം അടിച്ചു വാരി ചൂലൊക്കെ എടുത്തിട്ട് ലൈറ്റ് എടുത്തിട്ട് എല്ലാത്തിൻ്റെ കിഴി ഇങ്ങനെ ലൈറ്റ് എടുത്ത് അടിക്കാനായിട്ട് നോക്കി. റൂമെല്ലാം തൂത്തുവാരി, കബോർഡെല്ലാം പെട്ടെന്ന് വൃത്തിയാക്കാൻ നോക്കിയപ്പോൾ ഒരു കോയിൻ കാണുന്നില്ല. അങ്ങനെ വേഗത്തിൽ എന്തോ ചെയ്തു, ലൈറ്റൊക്കെ എടുത്തിട്ട് റൂമെല്ലാം ക്ലീൻ ചെയ്തു, കബോർഡൊക്കെ എടുത്ത് വെച്ച് എവിടെ വെച്ചു അവിടെ എല്ലാം നോക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കിന് ആ നഷ്ടപ്പെട്ട കോയിന് വീണ്ടും ആൻറ്റിക്ക് കിട്ടി. അതുപോലെ തന്നെ അപ്പം ആൻറ്റി തൂക്കുകയും വാരുകയും അന്വേഷിക്കുകയും എല്ലാം ചെയ്തു. അതുകൂടാതെ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുപ്പച്ച, എനിക്ക് 10 കോയിൻസ് ആയിരുന്നു കിട്ടിയേ, പക്ഷേ ഇപ്പോൾ ഒരെണ്ണം കാണുന്നില്ല, പ്ലീസ് യേശുപ്പച്ച എൻ്റെ കോയിൻസ് എനിക്ക് തിരിച്ച് കിട്ടണേ, ആ നഷ്ടപ്പെട്ട ഒരു കോയിൻ എനിക്ക് മടക്കി തരണേന്ന് യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അന്വേഷിക്കാനും തുടങ്ങി, എല്ലാം തൂത്ത് വാരാനും അടിച്ചു പറിക്കാനെല്ലാം തുടങ്ങി. അതുകൂടാതെ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാനും തുടങ്ങി. അപ്പം എന്ത് ചെയ്തു, അപ്പം പിന്നെ വീണ്ടും നോക്കിയപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൻറ്റിക്ക് ആ നഷ്ടപ്പെട്ട കോയിന് തിരികെ കിട്ടി. അപ്പം നമുക്ക് ആ കോയിൻ ഒന്നുകൂടെ എണ്ണി നോക്കിയാലോ? അപ്പം നമ്മൾ നോക്കിക്കോ. അപ്പം നമുക്ക് ആദ്യം നമ്മൾക്ക് 10 കോയിൻസ് നമുക്ക് തന്നു അല്ലേ? പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയപ്പോഴത്തേക്കും ഒരു കോയിൻ നമ്മൾ നഷ്ടപ്പെട്ടു പോയി. പിന്നെ എന്തോ ചെയ്തു, നമ്മൾ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാൻ, യേശുപ്പച്ച എനിക്ക് നഷ്ടപ്പെട്ടല്ല, എനിക്ക് തിരികെ തരണേന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ യേശുപ്പച്ചൻ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തന്നു. അപ്പം നമുക്ക് എണ്ണി നോക്കാം, ആ നഷ്ടപ്പെട്ട കോയിൻ നമുക്ക് കിട്ടിയോ എണ്ണി നോക്കാം. ഓക്കെ, അപ്പം ആൻറ്റി എണ്ണുവാണ്. ആൻറ്റി ഇടാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പോൾ 1 2 3 4 5 6 7 8 9 10. അപ്പം എത്ര ഉണ്ട്? 10 ഉണ്ട്. അപ്പം നോക്കിക്കേ കുഞ്ഞുങ്ങളെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നമ്മൾ എന്തോ ചെയ്തു, ആ ആൻറ്റി എന്തോ ചെയ്തു, നഷ്ടപ്പെട്ട കോയിന്
യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എവിടെ എവിടെ മറന്നു വെച്ച് അല്ലെങ്കിൽ വീടെല്ലാം ഒന്ന് ലൈറ്റൊക്കെ അടിച്ച് ലൈറ്റൊക്കെ നോക്കിയിട്ട് വീടെല്ലാം തൂത്തുവാരി പെട്ടെന്ന് അവിടെ എല്ലാം തപ്പാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് അത് മാത്രമല്ല യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാനും തുടങ്ങി. അപ്പം നമുക്ക് നഷ്ടപ്പെട്ടത് പോയത് ആൻറ്റിക്കത് തിരികെ കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇതുപോലെ നമ്മുടെ ലൈഫിൽ ചിലതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിക്കളും. അപ്പം നമുക്കൊക്കെ ചില ഗിഫ്റ്റ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ നമ്മളത് കുറച്ച് ദിവസമൊക്കെ കാണാതെ അല്ലെങ്കിൽ വലിയ മൈൻഡ് ഇല്ലാതെ പോകും. പിന്നെ അപ്പം എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മൈൻഡ് ഇല്ലാതെയും യേശുപ്പച്ച സമയം പ്രാർത്ഥിക്കാതെയും ഒക്കെ നമ്മൾ ഇരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇല്ല എനിക്ക് നല്ല കഴിവുണ്ട്, എനിക്കെല്ലാം സാധിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എന്തോ യേശുപ്പച്ച നമ്മൾ അകരും, യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാതെ ഇരിക്കും, ബൈബിളൊക്കെ വായിക്കാതെ ഇരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ചില കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് പോയിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, അയ്യോ എനിക്ക് തന്ന ഗിഫ്റ്റൊക്കെ എന്ത് ചെയ്യും, അയ്യോ അതിപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ, ഇപ്പോൾ ഒന്നും അത് പുറത്തെനിക്ക് കാണിക്കാൻ നല്ലോണം പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യും? യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കാൻ, യേശുപ്പച്ച ഐ ആം റിയലി സോറി, ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് തിരികെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് നഷ്ടപ്പെട്ടതുപോലുള്ള യേശുപ്പച്ചൻ നമുക്ക് തിരികെ തരും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തോ ചെയ്യണം? നമുക്ക് യേശുപ്പച്ചൻ നഷ്ടപോയ സാധനങ്ങളെല്ലാം നമുക്ക് യേശുപ്പച്ചൻ നമുക്ക് എല്ലാം തിരികെ തരും. അപ്പം നമ്മൾ എന്തോ ചെയ്യണം? യേശുപ്പച്ചനോട് വിശ്വസ്തയോടെ നമ്മൾ ഇരിക്കണം, യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കണം. നമുക്ക് നഷ്ടപ്പെട്ടതുപോയതെല്ലാം യേശുപ്പച്ചൻ നമുക്ക് തിരികെ തരും. അപ്പം ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഈ സ്റ്റോറി എവിടെ നിന്ന് എടുത്തെന്നറിയാമോ? ലൂക്കോസ് 15-ാം അധ്യായം 8 തൊട്ട് 10 വരെ 2 വാക്യത്തിനകത്ത് ഒതുക്കുന്ന ചെറിയൊരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു മെമ്മറി വേഴ്സ് കൂടി ഇന്ന് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പം മെമ്മറി വേഴ്സ് എങ്ങനെ പഠിക്കുന്നത്? മെമ്മറി വേഴ്സ് പഠിക്കാനായിട്ട് വേഗത്തിൽ ബൈബിൾ തുറക്കുന്നു. മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 7. മത്തായി 7:7. 7-ാം അധ്യായം 7-ാം വാക്യം. വെരി സിമ്പിൾ ആണ് ഈ വാക്യം. അപ്പം നമുക്ക് വായിക്കാം. ഓക്കെ. മത്തായി 7:7. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അതിൻ്റെ ഇംഗ്ലീഷ് വായിക്കട്ടെ ആൻറ്റി. ഓക്കെ. മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 7. ആസ്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു, സീക്ക് ആൻഡ് യു വിൽ ഫൈൻഡ്, നോക്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഓപ്പൺ ടു യു. ഓക്കെ, വെരി സിമ്പിൾ ആണ്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഒരു മനപ്പാഠവാക്യമാണ്. അപ്പോൾ ഒന്നുകൂടെ മനപ്പാഠവാക്യം നമ്മൾ പറയുന്നു, ഇംഗ്ലീഷിൽ പറയുന്നു. മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 7. ആസ്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു, സീക്ക് ആൻഡ് യു വിൽ ഫൈൻഡ്, നോക്ക് ആൻഡ് ഇറ്റ് വിൽ ബി ഓപ്പൺ ടു യു. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. വെരി സിമ്പിൾ മെമ്മറി വേഴ്സ് ആണ്. ഈ മെമ്മറി വേഴ്സ് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് അടുത്ത ആഴ്ച വരുമ്പോൾ മെമ്മറി വേഴ്സ് നിങ്ങൾ കാണാതെ പറയണം. അപ്പോൾ അടുത്ത ആഴ്ച നല്ലൊരു സ്റ്റോറിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ ആഴ്ച എല്ലാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആൻറ്റി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പേരൻസിനെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം നിങ്ങൾ മറക്കാതെ ഈ സ്റ്റോറി നിങ്ങൾ കേൾക്കണം, അതുകൂടാതെ മെമ്മറി വേഴ്സ് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാം. ഓക്കെ, എല്ലാവരും കണ്ണുകൾ അടയ്ക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ പഠിച്ച പാഠങ്ങൾ ലോസ്റ്റ് കോയിനെ കുറിച്ചാണല്ലോ. കർത്താവെ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം കർത്താവ് അപ്പച്ചൻ ഞങ്ങൾക്ക് തിരികെ തരുമല്ലോ. അതിനായി നന്ദി പറയുന്നു. സ്വർഗീയ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ കാര്യങ്ങളെ കേൾപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.